എല്ലാവർക്കും എല്ലാ ജോണർ മൂവീസും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ഡ്രാമ ആയിരിക്കാം, ചിലർക്ക് ത്രില്ലർ ആയിരിക്കാം, ചിലർക്ക് റോം കോം അങ്ങനത്തെ ജോണർ ആയിരിക്കാം. പക്ഷേ ഈ ഫാന്റസി, സയൻസ് ഫിക്ഷൻ ഒന്നും ചിലപ്പം ചില പടങ്ങൾ അത് അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവരും കണക്ട് ആവണമെന്നില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയാണ് മസ്തിഷ്ക മരണം. സിനിമ ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി അങ്ങനെ ടൈപ്പ് ഒരു മൂവിയാണ്. ഫാന്റസി ഫാന്റസി എന്ന് പറയാം, സയൻസ് ഫിക്ഷൻ ആണെങ്കിൽ സയൻസ് ഫിക്ഷൻ എന്ന് പറയാം. അങ്ങനത്തെ ടൈപ്പ് മൂവിയാണിത്. ഇത് നമ്മുടെ 2040 നമ്മുടെ ഫ്യൂച്ചർ, അതിൻ്റെ അകത്ത് നടക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ അതിനെ എന്താ പറയുക ഒരു കോമഡി രീതിയിൽ അത്യാവശ്യം ഫണ്ണി എലമെന്റ്സ് ഒക്കെ ചേർത്ത് കുറച്ച് എന്താ പറയുക അതിനെ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനും കുറേ ചിന്തിക്കാനുള്ള കാര്യങ്ങളും കുറച്ച് കോമഡി ആണെങ്കിൽ പോലും അതിൽ തമാശയായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുള്ളതും അതിൻ്റെ സിനിമയുടെ ക്ലൈമാക്സ് ആണെങ്കിലും അങ്ങനെ കുറേ ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. അങ്ങനത്തെ ഒരു മൂവിയാണ് മസ്തിഷ്ക മരണം എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി നല്ലൊരു വർക്കായ മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. കാരണം ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഫോണൊക്കെ എടുത്ത് ഇടയ്ക്ക് നോക്കാറൊക്കെ ഉണ്ട്. ചില മൂവീസൊക്കെ എടുക്കുമ്പോൾ ചിലപ്പം എടുത്ത് നോക്കാറുണ്ട്. പക്ഷേ ഈ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ അത്ര എൻഗേജിങ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല വർക്കായ മൂവീസാണ്. പ്രത്യേകിച്ച് കൃഷാന്തിൻ്റെ ആ പുള്ളിക്കാരൻ്റെ സിനിമകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ആവാസ വ്യൂഹം ആയാലും പുരുഷപ്രേതം ആയാലും ഈ അടുത്ത ഒരു പടം ഇറങ്ങി, അത് ഒരു ഗംഭീര പടമാണ്. സംഘർഷഘടന, ആർട്ട് ഓഫ് വാർഫെയർ, അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അയ്യോ ഗംഭീര പടം. അതെന്താ റോ ആയിട്ടുള്ളൊരു ഗാങ്സ്റ്റർ ടൈപ്പ് മൂവിയാണ്. പുള്ളിക്കാരൻ്റെ ഡയറക്ഷൻ എല്ലാം അങ്ങനത്തെ ടൈപ്പ് മൂവിയാണ്. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എവരി വൺ കപ്പ് ഓഫ് ടീ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പടമല്ല, പക്ഷേ എൻജോയ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യും പടം. ആ ഒരു ജോണറും ആ ഒരു ടൈപ്പ് പടം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമാണ് മസ്തിഷ്ക മരണം. കാരണം പുള്ളിക്കാരൻ്റെ ആ കൃഷാന്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഡയറക്ഷനാണ്. എനിക്ക് ഭയങ്കര വർക്കാവുന്നത്, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ളൊരു ഡയറക്ടറാണ് കൃഷാന്ത്. കാരണം പുള്ളിക്കാരൻ്റെ പടങ്ങളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. കുറേ സംഭവങ്ങൾ നമ്മുടെ ഫ്യൂച്ചറിൽ വരാൻ വരാൻ സാധ്യത എങ്ങനെയാണ് പോക്കെങ്കിൽ ഇപ്പോഴത്തെ ആ ഇത് എയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഇപ്പോഴത്തെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങളാണ് മേ ബി സംഭവിച്ചേക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞു പോകുന്നത്. കാരണം നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനറേഷനിൽ ഇങ്ങനത്തെ ഒരു പോക്ക്, അതിന്റെ ഒരു ഫ്യൂച്ചർ ആ ഒരു രീതിക്ക് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ഇതിന്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ അന്യായമായിരുന്നു. അടിപൊളി മേക്കിങ്ങും അതിന്റെ ഒരു എന്താ പറയുക ക്യാമറ വർക്കും ഭയങ്കര രസമായിട്ട് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു ടൈപ്പ് മൂവിയാണ്. പറ്റുമെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവർ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു മൂവിയാണ്. കഥയൊന്നും അങ്ങനെ പറയാൻ മാത്രം കഥയൊന്നുമില്ല. പക്ഷേ സിനിമ എടുത്തിരിക്കുന്ന അതിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും അടിപൊളിയാണ്. ഒരു എന്താ പറയുക കുറച്ച് സ്ലോ മോഷൻ പരിപാടികളും കുറച്ച് കട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പുള്ളിക്കാരന്റെ പടത്തിൽ എല്ലാത്തിനും ഉള്ള കൃഷ്ണാനന്ദന്റെ സിനിമകളിൽ എല്ലാത്തിലും അങ്ങനത്തെ കുറച്ച് കട്ടുകളും കുറച്ച് എന്താ പറയുക ചില സൈലൻസ് ചില മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കാൻ. ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പുരുഷപ്രേത സിനിമയ്ക്കകത്തൊക്കെ ചില ചില കട്ടുകളും ചില സ്ലോ മോഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അന്യായമായിരുന്നു. നമ്മൾ കണ്ടിരുന്നു നമ്മൾ. അങ്ങനത്തെ ടൈപ്പ് നല്ലൊരു ടൈപ്പിന് മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത്. ഇത് ഭയങ്കര എന്താ പറയുക ഈ അടുത്തായിട്ട് തന്നെ ഇപ്പം ഈ 2 വർഷത്തിന് 2, 3 ഒരു സീരീസ് 2 സിനിമ എടുത്ത് പുള്ളിക്കാരൻ. ഇതൊക്കെ എപ്പോൾ സമയം കിട്ടുന്നുണ്ടെന്നാ, ഇതൊക്കെ എങ്ങനെയാണ് എപ്പോഴാണ് ഇതൊക്കെ എടുത്ത് തീർക്കുന്നതെന്ന് അറിയില്ല. ഈ സംഘർഷം എന്ന സിനിമ 2025 ഇറങ്ങിയത്. അതിനിടയ്ക്ക് ദ ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗ്യാങ് എന്ന് പറഞ്ഞൊരു പടം സീരീസ് ഈ ഇടയ്ക്ക് അടുത്ത് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതും ഗംഭീരമായിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു. അപ്പൊ അത് അടുത്ത പടം. ഇത് പിന്നെ മെയിനായിട്ട് രജിഷ വിജയൻ, എൻ്റെ മോനെ ആ കുറേ ട്രോളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പാട്ടിനും കുറേ മീൻസ് ആ ഒരു ഐറ്റം സോങ്ങിനും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ട്രോള് കിട്ടി. പക്ഷേ അതിനെല്ലാം മറുപടിയായിട്ടാണ് ഈ സിനിമ. പടത്തിലെ പുള്ളിക്കാരുടെ പെർഫോമൻസ് അന്യായമായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. അതോടെ ക്ലൈമാക്സിലൊക്കെ ഉള്ളൊരു സീനൊക്കെ ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. നല്ല ഗംഭീരമുള്ള പെർഫോമൻസ് ആയിരുന്നു അതിൻ്റെ അകത്തൊക്കെ. ക്ലൈമാക്സ് അടുക്കുമ്പോൾ ഉള്ള കുറച്ച് സാധനങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർ തിയേറ്ററിൽ പോയി തന്നെ കാണണം. മൊബൈലിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വർക്കാവും എന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞില്ലേ എവരി വൺ കപ്പ് ഓഫ് ടീ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവർക്കും ഈ പടം അത്ര അങ്ങ് ഇതാവണമെന്നില്ല. പറ്റുവാണെങ്കിൽ പോയി ഒന്ന് കാണേണ്ട പടമാണ്. കാരണം അതിന്റെ മേക്കിങ്ങും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കുറേ സംഭവം മെയിനായിട്ട് നമ്മുടെ ഈ ഫ്യൂച്ചറിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ കോമഡി ഇഷ്ടംപോലെ കോമഡി ഉണ്ടായിരുന്നു. ഒരുപാട് ചിരിച്ച്, സത്യം പറഞ്ഞ ഒരുപാട് ചിരിച്ച്. കുറേ അത്യാവശ്യം സീൻസ് ഒക്കെ നല്ല രീതിക്ക് ചിരിച്ച്. അത്രയും അങ്ങനത്തെ ഒരു പടമാണ്. അത് ആ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവരും ചിലർക്ക് തോന്നാം ഇതെന്താ എന്ത് വളിപ്പാണ് എന്ത് എന്നൊക്കെ തോന്നാം. പക്ഷേ അത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിക്ക് വർക്കാവും സിനിമ. അത് അങ്ങനത്തെ ടൈപ്പ് പടമാണ്. പറ്റുമെങ്കിൽ എൻ്റെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പേഴ്സണൽ നല്ല വർക്കായ ഒരു മൂവിയാണ്, ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വേണമെങ്കിൽ കണ്ട് നോക്കുക. പറ്റുമെങ്കിൽ കാണുവാണെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. നല്ല സൗണ്ട് എഫക്റ്റിംഗ് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള സിനിമ തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. കണ്ടിട്ടുള്ളവരാണെങ്കിൽ
നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.